ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണ്. ഇതുവരെയും ഇഡലി തയ്യാറാക്കിയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല പൂ പോലെ മൃദുലമായ ഇഡലി തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ പച്ചരി 1.5 കപ്പ് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് ഇതും നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ചവ്വരി ഇട്ട് ഇതും ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഇവിടെ നമ്മൾ 3 നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 6 മണിക്കൂറൊന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചവ്വരിയും ഉഴുന്നും അരിയും എല്ലാം പാകത്തിന് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ ഉഴുന്നാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഉഴുന്ന് കുതിർത്ത വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഉഴുന്നും അരിയും എല്ലാം അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം ആകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉഴുന്ന് അരച്ചതിലേക്ക് ചേർക്കാം. മിക്സിയിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കരുത്. ഒരു സ്പാച്ചുല വെച്ച് നല്ലതുപോലെ വടിച്ചെടുത്ത് മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം എടുത്ത് വേണം ഇത് യോജിപ്പിച്ചെടുക്കാനായിട്ട്. എങ്കിലേ പാകത്തിന് ഇത് മിക്സായി നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പാകത്തിന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. കൈകൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ സാധാരണ സ്പൂൺ വെച്ച് തന്നെയാണ് പതപ്പിച്ചെടുക്കുന്നത്. 1 മിനിറ്റ് സമയം ഇങ്ങനെ ചെയ്താൽ മതി. 1 മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ബാറ്റർ ഈ ഒരു രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത്. ഇനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു ഓവർനൈറ്റാണ് പൊങ്ങാൻ വെക്കുന്നത്.